അന്നദാനത്തിന്റെ ഭാഗമായി ശബരിമലയിൽ ചൊവ്വാഴ്ച ഡിസംബർ 2 മുതൽ ഭക്തർക്ക് സദ്യ വിളമ്പി തുടങ്ങുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ചോറ്, പരിപ്പ്, സാമ്പാർ, അവിയൽ, അച്ചാർ, തോരൻ, പപ്പടം, പായസം എന്നിങ്ങനെ ചുരുങ്ങിയത് 7 വിഭവങ്ങൾ ഉണ്ടാകും. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 വരെയാണ് സദ്യ വിളമ്പുക. സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ ഗ്ലാസുമാണ് ഉപയോഗിക്കുന്നത്. നിലവിൽ 4000-ഓളം ഭക്തരാണ് ദിവസവും അന്നദാനത്തിൽ പങ്കെടുക്കുന്നത്. സദ്യ നടപ്പാക്കി തുടങ്ങിയാൽ എണ്ണം കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. പുതിയ ഒരു സമീപനത്തിന്റെ ഭാഗമായാണ് ഭക്തർക്ക് സദ്യ വിളമ്പി തുടങ്ങുന്നത്. ശബരിമലയിൽ എത്തുന്ന ഓരോ ഭക്തനെയും ഞങ്ങൾ പരിഗണിക്കുന്നു എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഈ സമീപനം ശബരിമലയുടെ മറ്റ് എല്ലാ കാര്യങ്ങളിലും പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത് എന്ന് കെ ജയകുമാർ വിശദീകരിച്ചു. സദ്യയ്ക്കുള്ള പായസം ഓരോ ദിവസവും മാറി മാറി നൽകും. മണ്ഡലകാലം തുടങ്ങി 2 ആഴ്ചയാകുമ്പോൾ തീർത്ഥാടനം സുഗമമായ നിലയിൽ പുരോഗമിക്കുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. നമ്മൾ ശബരിമലയിലെ അന്നദാനം ഈ ഉച്ച ഭക്ഷണം സദ്യയാക്കണം എന്നൊരു തീരുമാനം എടുത്തിരുന്നു. ആ തീരുമാനം പ്രയോഗത്തിൽ വരുത്താൻ കുറച്ച് പ്രായോഗിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അത് ഇന്നലെ ചർച്ച ചെയ്തു. ആ പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി. ഇലയിൽ കൊടുക്കാൻ പറ്റില്ല, കാരണം ഇല ഇത്രയും വരണം. പിന്നെ അതുപോലെ ഇലയുടെ ഡിസ്പോസൽ പ്രശ്നമാണ്. അത് ആനയെ ആകർഷിക്കും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇൻസിനറേറ്ററിലിട്ട് അത് കേടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് സ്റ്റീൽ പാത്രം വരുത്തുകയാണ്. പിന്നെ 4-5 ഉള്ള സ്റ്റീൽ പാത്രം വരുത്തി ചൊവ്വാഴ്ചയോടുകൂടി സദ്യ ആരംഭിക്കാമെന്നാണ് ഇന്നലെ എടുത്ത തീരുമാനങ്ങൾ. ഈ തീരുമാനം പ്രായോഗികമാക്കാനുള്ള ഒരുപാട് കൊച്ചു തടസ്സങ്ങളുണ്ട്. പാത്രങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ, അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. അതിനുള്ള സമയമാണ്. കൂടുതൽ ആളുകൾ വേണം, സദ്യ വിളമ്പാൻ കൂടുതൽ ആളുകൾ വേണം, കൂടുതൽ പാത്രങ്ങൾ വേണം, പ്രത്യേകതരം പാത്രങ്ങൾ വേണം, കൂടുതൽ പച്ചക്കറി വേണം. അപ്പോൾ ഇതിനെല്ലാം 2 ദിവസത്തെ സമയം ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ തിങ്കളാഴ്ച എല്ലാം സ്വരുക്കൂട്ടും. ചൊവ്വാഴ്ച മുതൽ നമ്മളിത് പ്രാബല്യത്തിൽ വരും.